My dear friends, masters and gods, I welcome you all to PUMC മലയാളം. PUMC മലയാളത്തിലേക്ക് ഞാൻ നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ ചാനലിൽ നമ്മൾ ആനാപാന സതി ധ്യാനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. ആന എന്ന് വെച്ചാൽ അകത്തോട്ടുള്ള ശ്വാസം, ആപാന എന്ന് വെച്ചാൽ പുറത്തോട്ടുള്ള ശ്വാസം, സതി എന്ന് വെച്ചാൽ ചേർന്നിരിക്കുക, അകത്തോട്ടും പുറത്തോട്ടുമുള്ള ശ്വാസത്തിൽ ബോധപൂർവം കലർന്നിരിക്കുക, ചേർന്നിരിക്കുക. ഈ രീതി നമ്മൾ സ്വീകരിച്ചുകൊണ്ട് ധ്യാനം ചെയ്യുന്ന സമയത്ത് മനസ്സ് ചിന്താമുക്തമായി മാറും. നമ്മൾക്ക് മനസ്സ് ശാന്തമാകുന്ന സമയത്ത് അനാവശ്യ ചിന്തകൾ ഉദ്ഭവിക്കുന്നത് ഇല്ലാതായിത്തീരുകയും മനസ്സിന് സുഖവും ശാന്തിയും സമാധാനവും തെളിച്ചവും പ്രവൃത്തി ചെയ്യുന്നതിനുള്ള ആത്മാവിനുള്ള ഊർജം ധ്യാനം വഴി, ബ്രഹ്മരന്ധ്രം വഴി നമ്മൾ സ്വീകരിക്കുകയും ചെയ്യുകയാണ്. ശരീരത്തിന് ആഹാരം എന്നതുപോലെ ആത്മാവിന് അല്ലെങ്കിൽ പ്രപഞ്ച ഊർജം ആണ് സ്രോതസ്സ്. അത് നമ്മൾക്ക് സ്വീകരിക്കാനാവുന്നത് ബ്രഹ്മരന്ധ്രം വഴി അകത്തോട്ട് സ്വീകരിക്കുന്ന സമയത്താണ്. മനസ്സ് ശാന്തമായിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഉറങ്ങുന്ന സമയത്താണ് നമ്മൾ ഉണർവിന് വേണ്ടിയിട്ടുള്ള ആത്മാവിൻ്റെ ഊർജം സ്വീകരിക്കുന്നത്. അതുപോലെ നല്ല ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മളുടെ ശരീരം ഊർജ്ജസ്വലതയായിട്ട് മാറുകയും നല്ല ചിന്തകൾ അതിൽ നിന്ന് ആവിർഭവിക്കുകയും ചെയ്യും. ശുദ്ധമായ സസ്യാഹാരം കഴിക്കണം എന്ന് പറയുന്നത് വളരെ പ്രാവർത്തികമായ രീതിയിൽ എന്നിൽ ഉണ്ടാക്കിയ ഭാവമാറ്റങ്ങൾ കാരണമാണ് ഞാനും സസ്യബുക്കായിട്ട് മാറിയത്, സസ്യാഹാരം കഴിക്കുന്ന ഒരുവനായിട്ട് മാറിയത്. ഒരു വീഡിയോയിൽ ഒരു മാസ്റ്റർ ചോദിച്ചിരിക്കുകയാണ്, ഒരുപാട് മാസ്റ്റേഴ്സിനെ തന്നെ അദ്ദേഹം കോട്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ട്. വിവേകാനന്ദ സ്വാമികൾ അല്ലെങ്കിൽ ശ്രീബുദ്ധൻ അവർകളാണ് ആഴത്തിലുള്ള ഡീപ്പ് മെഡിറ്റേഷനെ കുറിച്ച് സംസാരിച്ചിട്ടുള്ളത്. വിവേകാനന്ദ സ്വാമികൾ സസ്യബുക്കായിരുന്നു, സസ്യാഹാരം കഴിക്കുന്നവരായിരുന്നു. ശ്രീബുദ്ധൻ അവർകൾ സസ്യാഹാരം കഴിക്കുന്നവരായിരുന്നു. ഒരുപാട് ചോദ്യങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. എന്നിരുന്നാലും ഇതിനെല്ലാം ഉപരിയായിട്ട് ഞാൻ എന്ന ആത്മാവ് അല്ലെങ്കിൽ നമ്മൾ ഓരോ മാസ്റ്റേഴ്സും ഓരോ ധ്യാനികളും അവരവർ എന്ന ആത്മാവ് അതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടുന്ന ഗുണങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്, അനുഭവിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് അഹിംസ എന്നുള്ള ഭാവത്തിലേക്ക് മാറുന്നതിന് വേണ്ടിയിട്ട് ഹിംസയിൽ നിന്ന് അകന്നുകൊണ്ട് അഹിംസാഭാവത്തോടു കൂടിയിട്ട് മനസ്സിൽ വെളിച്ചം, ചിന്തയിൽ വെളിച്ചം, പ്രവൃത്തിയിൽ വെളിച്ചം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഈ സദ്ഗുണങ്ങളെല്ലാം അടങ്ങിയിരിക്കുന്ന സൃഷ്ടി അല്ലെങ്കിൽ പ്രപഞ്ച സ്രോതസ്സിലൊരംശമാണ് നമ്മളെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു ജീവിതം ജീവിക്കുന്നതിന് വേണ്ടിയിട്ട്, ജീവിതം ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ട് സരളമായ ലളിതമായ ചിന്തകൾ വഴി അത്യുന്നതമായിട്ടുള്ള ജീവിതം ഈ ഭൂതലത്തിൽ ജീവിച്ചുകൊണ്ട് തിരിച്ചു പോകുന്ന സമയത്ത് നല്ല കർമ്മങ്ങൾ വഴി മുന്നിലേക്ക് പോകാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹിംസ ചെയ്യുന്നത് വഴി നമ്മൾ മാംസം
കഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനെ കൊല്ലുന്ന സമയത്ത് പേടി കാരണം ഒരു ടോക്സിൻസ് അല്ലെങ്കിൽ വിഷാംശം ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അത് മുഴുവനും അവരുടെ ശരീരഭാഗങ്ങളിലേക്ക് പടരുകയും അത് ഭക്ഷിക്കുന്ന പക്ഷം 2 തലങ്ങൾ അതിനകത്തുണ്ടാവാറുണ്ട്. ഒന്ന്, മാംസത്തിൽ വിഷാംശം പകർന്നിരിക്കുകയും മാംസകണികകളിൽ ആ ഭാവം ഭീതിയുടെ, പേടിയുടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വികാരങ്ങളുടെ ഭാവം മാംസകണികകളിൽ അടങ്ങിയിരിക്കുകയും ചെയ്യും. ഇത് നമ്മൾ ഭക്ഷിക്കുന്ന സമയത്ത് ടോക്സിൻ അല്ലെങ്കിൽ വിഷാംശം നമ്മളുടെ ശരീരത്തിൽ സ്വീകരിക്കപ്പെടുകയും നമ്മളുടെ ഭാവത്തിൽ ആ ഭീതിയുടെ ഭാവം പടരുകയും ചെയ്യും. സസ്യബുക്കാകുന്നത് കൊണ്ട് നമ്മൾക്ക് നമ്മളുടെ ഭക്ഷണത്തിന് വേണ്ടി മാത്രമായിട്ട് ചെടികൾ അല്ലെങ്കിൽ സസ്യങ്ങൾ വളരുകയും അവർ നമ്മൾക്ക് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് നൽകുകയുമാണ് ചെയ്യുന്നത്. അവർക്ക് വേണ്ടി ഒന്നും ചേർത്ത് വയ്ക്കുന്നില്ല. ആ നൽകൽ ഭാവം അല്ലെങ്കിൽ കൊടുക്കുന്ന ഭാവം പരിപൂർണ സ്നേഹത്തിൻ്റെ ഭാവമായതുകൊണ്ട് ആ ഭാവം ആ ചെടികളിൽ നിന്നും സസ്യങ്ങളിൽ നിന്നും വൃക്ഷങ്ങളിൽ നിന്നും നമ്മൾ സ്വീകരിക്കുന്നത് കൊണ്ട് നമ്മളുടെ ഉള്ളിലും ആ കൊടുക്കുന്നതിൻ്റെ സ്നേഹഭാവം നമ്മൾ സ്വീകരിക്കുകയും നമ്മൾ പരിപൂർണതയോടുകൂടി ഒരു കാര്യം നൽകുന്നത് പോലെ തന്നെ ചെടികളും അല്ലെങ്കിൽ വൃക്ഷങ്ങളും നമ്മൾക്ക് നൽകുന്നത് കൊണ്ട് നമ്മൾ സ്വീകരിക്കുന്ന സമയത്ത് ആ കൊടുക്കൽ ഭാവത്തിൻ്റെ അല്ലെങ്കിൽ പരിപൂർണ സ്നേഹത്തിൻ്റെ ഭാവം നമ്മളിലേക്ക് ഉൾക്കൊള്ളാൻ കഴിയുകയും നമ്മൾ ആ ഭാവത്തോടു കൂടിയിട്ട് സ്വീകരിക്കുകയും ചെയ്യുന്ന സമയത്ത് നമ്മളിലും ആ നന്മഭാവം വളർന്നു വരികയാണ് ചെയ്യുന്നത്. നിസ്വാർത്ഥമായ ഭാവത്തോടു കൂടിയിട്ട് അത് നൽകുന്ന സമയത്ത് അതിലടങ്ങിയിരിക്കുന്ന സദ്ഗുണങ്ങൾ അത്രയും തന്നെ നമ്മളുടെ ശരീരത്തിൽ സ്വീകരിക്കുകയും ആ നമ്മളുടെ ശരീരം ആരോഗ്യം ഉള്ളതായിട്ടും സ്നേഹഭാവങ്ങൾ നിറഞ്ഞതായിട്ടും നന്മയുടെ ഭാവങ്ങൾ നിറഞ്ഞതായിട്ടും പലതരത്തിലുള്ള സദ്ഗുണങ്ങൾ ഉദ്ഭവിക്കുകയും ആവിർഭവിക്കുകയും എല്ലാം ചെയ്യും. നമ്മളുടെ ദഹനപ്രക്രിയ നോക്കിയാലും സസ്യാഹാരം ഭക്ഷിക്കുന്ന ഒരു വ്യക്തിക്ക് ദഹനം കൃത്യമായ സമയത്ത് നടക്കുകയും മിതമായ ആഹാരം കഴിക്കുന്നത് കൊണ്ട് ശരീരത്തിൽ ദഹനം നടന്ന് അതിൽ നിന്ന് ഉദ്ഭവിക്കുന്ന ഊർജം ശരീരത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി ഉൾക്കൊള്ളാൻ കഴിയുകയും ഉൾക്കൊണ്ടിട്ടുള്ള ആ ഭാവം നന്മയുള്ള പ്രവൃത്തികൾക്ക് വേണ്ടിയിട്ട് ചിന്തയിലൂടെ നമ്മൾക്ക് കൊണ്ടുവരാനും കഴിയും. ഇതിനെല്ലാം അടിസ്ഥാനം ധ്യാനം എന്നുള്ളത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടിട്ടുള്ള സമൂഹത്തിൻ്റെ ഭാവങ്ങൾ അതിനെ മേലെ നമ്മൾ വളർന്നുകൊണ്ട് നമ്മളുടെ ചിന്ത വളർന്നുകൊണ്ട് നമ്മളുടെ ആത്മാവ് വളർന്നുകൊണ്ട് നമ്മളുടെ പ്രവൃത്തി വളർന്നുകൊണ്ട് ഗുണങ്ങൾ വളർത്തിക്കൊണ്ട് പോകുന്നതിന് വേണ്ടിയിട്ട് ശരിയായ പ്രവൃത്തി ചിന്ത മനസ്സ വാച കർമ്മണ ശരിയായ സദ്ബുദ്ധി നമ്മൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മനസ്സിൽ ഉദ്ഭവിക്കുന്ന തെറ്റായ ചിന്തകളെ മാറ്റി നിർത്തിക്കൊണ്ട് മനസ്സിനെ ശാന്തമാക്കിക്കൊണ്ട് ആ ഉറവിടത്തിൽ നിന്ന്, അതായത് സൃഷ്ടിയാകുന്ന ഉറവിടത്തിൽ നിന്ന് നന്മ സ്വീകരിച്ച് മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ നിന്ന് ആവിർഭവിക്കുന്ന സദ്ഗുണങ്ങൾ അത്രയും തന്നെ നമ്മളിനകത്ത് പരിപോഷിച്ചുകൊണ്ട് നമ്മൾ
ഈ ജീവിതം ജീവിക്കുകയാണെങ്കിൽ നമ്മൾ മാത്രമല്ല, നമ്മളോട് അടുത്തിരിക്കുന്ന എല്ലാവരും തന്നെ ആ ഭാവത്തിലേക്ക് മാറും. ഇപ്പോൾ സസ്യാഹാരി ആവണം, അല്ലെങ്കിൽ സസ്യബുക്ക് ആവണം, അല്ലെങ്കിൽ വെജിറ്റേറിയൻ വ്യക്തി ആവണം എന്ന് പറയുന്നത് അനുഭവിച്ചറിയേണ്ട കാര്യമാണ്. അത് വളരെ പതിയെ മാറ്റിയെടുത്താൽ മതിയാവും. അല്ലെങ്കിൽ നമ്മൾ എന്തൊരിക്കലും ഒരു കാര്യം അമർത്തി വയ്ക്കുകയാണെങ്കിൽ അതിനകത്തുനിന്ന് റിവേഴ്സ് പ്രഷർ വളരെ അധികമായിരിക്കും. തിരിച്ചുള്ള ശക്തി അല്ലെങ്കിൽ ഊർജം അധികമായിരിക്കും. നമ്മൾ മനസ്സോടെ വിചാരിച്ചുകൊണ്ട് അത് പ്രാവർത്തികമാക്കുന്ന സമയത്ത് ചെറിയ അവധിയെടുത്ത് പതുക്കെ വേണ്ടാത്ത കാര്യം വേണ്ടാത്തതാണെന്നും വേണ്ട കാര്യം സ്വീകരിക്കേണ്ടതാണെന്നും ഉള്ള ഭാവത്തോടുകൂടി, ഉൾക്കൊള്ളലോട് കൂടിയിട്ട് എൻ്റെ ശരീരത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടും എൻ്റെ ആത്മാവിൻ്റെ ഉണർവിന് വേണ്ടിയിട്ടും ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടും ചെയ്യുന്ന പ്രവൃത്തി നല്ലതായിരിക്കണമെന്നുള്ള ആ ഉദ്ദേശത്തോടു കൂടിയിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആത്മാവ് ഹിംസഭാവത്തിൽ നിന്ന് അഹിംസാഭാവത്തിലേക്ക് മുന്നേറുകയും നമ്മൾ വളരുകയും ചെയ്യും. ധ്യാനം ചെയ്യുന്നത് വഴി ഉണ്ടാകുന്ന തെളിച്ചം, അല്ലെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന വെളിച്ചം മുന്നോട്ടുള്ള യാത്രയെ കൂടുതൽ സുഖകരമാക്കുകയും അത് തന്നെ തനിയെ നയിക്കുകയും ചെയ്യും. എല്ലാവരും സസ്യാഹാരി ആവേണ്ടതിൻ്റെ ആവശ്യം അതുകൊണ്ടാണ്. ഒരു സംശയം നമ്മളുടെ ഒരു മാസ്റ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹം